അല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്. 101% രാഹുൽ മാങ്കൂട്ടം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കണ്ട ഒരു ഭൂരിപക്ഷത്തിനേക്കാളൊക്കെ മറികടന്നാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഇത് ഡയറക്റ്റ് UDF-ഉം BJP-യും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ് പാലക്കാട് നടക്കുന്നത്. ഈ പറയുമ്പോഴല്ല ഇതിനകത്ത് ഇവിടെ നടക്കുന്നത് ഇപ്പൊ LDF സത്യത്തിൽ ചിത്രത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് പേഴ്സണലായിട്ട് എന്റെ വിശകലനം. അപ്പൊ UDF-ഉം BJP-യും ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് നടത്തുന്ന സ്ഥലത്ത് ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ പാലക്കാട് നഗരസഭയിലുള്ള ആളുകൾ, ഒരു നഗരസഭ ഭരിക്കുന്നത് പോലും BJP ആണ്. അപ്പൊ ഇവിടെയുള്ള ആളുകൾ ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള, അതുപോലെ വർഗീയ ഫാസിസത്തിനെതിരായിട്ട് തികഞ്ഞ നിലപാട് എടുത്തിട്ടുള്ള ആളുകളാണ് ഈ പാലക്കാട് ജനത. അന്നത്തെ മറ്റേ പാതിരാ പരിശോധനയിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളെന്നതിലും ചോദിക്കുകയാണ്, അത് UDF-ന് ഗുണമായോ? ശരിക്കും ഞങ്ങൾക്ക് അതല്ലല്ലോ ഗുണമാകുന്നത്. ഞങ്ങൾ ഇവിടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഈ പ്രതീക്ഷയുടെ പിന്നിൽ തന്നെ കോൺഗ്രസും UDF നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ്. കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, കൃത്യമായ പരിപാടികളോടുകൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ പറഞ്ഞ ജനപക്ഷത്ത് നിന്നുള്ള രാഷ്ട്രീയമാണ്. വിലക്കയറ്റത്തിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായ അവഗണന, ചൂരൽമലയിൽ പോലും ഉണ്ടായ ഈ വലിയ ദുരന്തത്തിൽ പ്രശ്നം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദീപ് വാര്യർ ഉൾപ്പെടെ മാറ്റമൊക്കെ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുക? CPM ഒക്കെ പറയുന്നത് വെച്ചാൽ അതിനെ ന്യൂനപക്ഷങ്ങളിൽ ഭയം ഉണ്ടാക്കുന്നു. CPM പറയുന്നത് കണക്കിലെടുത്ത് മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. CPM മുഖ്യമന്ത്രിക്ക് പോലും രാഷ്ട്രീയം പറയാനില്ല. ഞങ്ങൾ ചെയ്ത വികസനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പറയാൻ ഇവിടെയില്ല. നാളെ ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പറയാനൊരു രാഷ്ട്രീയം അവർക്കില്ല. അവർ BJP-യും CPM-ഉം അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെ എതിർക്കുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം ഒരുപക്ഷെ 20,000-ലും 25,000-ല് ഞങ്ങളുടെ ഭൂരിപക്ഷം പോകുമെന്ന്